ഈശോയിലൊരു സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് സ്നാപയോനന്റെ പ്രസംഗം കേട്ട് അനുദപിച്ച ആളുകളെ കുറിച്ചുള്ള കഥയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ സ്നാപയോനന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരുപാട് പേര് സ്നാപയോനന്റെ അടുത്തേക്ക് വരികയാണ്. പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്നാപയോനന്റെ അടുത്തേക്ക് വരികയാണ്. അവർ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവവചനം അവർ കേട്ടു, ആ വചനത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് അവർ തയ്യാറായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇവിടെ ആളുകൾ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ സ്നാപയോനൻ പറയുകയാണ്, നിങ്ങൾ രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, അല്ലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. ചുങ്കക്കാർ വന്ന് ചോദിക്കുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സ്നാപയോനൻ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ നിങ്ങൾ ഈടാക്കരുതെന്ന് പറയുകയാണ്. ഒരു ടാക്സ് ഒക്കെ ഈടാക്കുമ്പോൾ അവര് റോമാക്കാർ പറഞ്ഞതിന്റെ അതിനേക്കാളൊക്കെ ഇരട്ടിയൊക്കെ അവര് സാധാരണക്കാരിൽ നിന്ന് ഈടാക്കിയിരുന്നു. അതുകൊണ്ടാണ് സ്നാപയോനൻ അവരോട് പറയുകയാണ്, പറഞ്ഞിട്ടുള്ളതിൽ കൂടുതലൊന്നും നിങ്ങൾ ഈടാക്കരുത് എന്ന് പറയുകയാണ്. ഈ സൈന്യത്തിലുള്ളവരല്ലേ, പട്ടാളക്കാരൊക്കെ വന്ന് സ്നാപയോനോട് ചോദിക്കുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മനസ്സൊക്കെ മാറ്റണം, മറ്റുള്ളവരോട് സൗമ്യമായിട്ടൊക്കെ പെരുമാറണം എന്നൊക്കെ പറയുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും മാറ്റം വരുത്തണമെന്ന് സ്നാപയോനോട് പറയുകയാണ്. ദൈവത്തിന്റെ വചനം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ വാക്കില്, പ്രവൃത്തിയില്, മനോഭാവത്തില് മാറ്റം വരുത്തണം. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ വാക്കില്, പ്രവൃത്തിയില്, മനോഭാവത്തില് മാറ്റം ഉണ്ടാകും. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.